ആണവായുധം നിർമ്മിക്കുമെന്ന അതിശക്തമായ ഭീഷണിയുമായി ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രയേലും അമേരിക്കയും ഏറ്റവും കൂടുതൽ ഇറാനിൽ നിന്ന് ഭയന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ എന്നാണ്. എന്നാൽ ആ ഒരു തലങ്ങളിലേക്ക് ഇപ്പോൾ എത്താൻ പോകുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത്. ഇറാൻ പറയുന്നത് ഇറാൻ ത്രെറ്റൻസ് weapon grade 90% uranium enrichment if attacked again by US and Israel. ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ ഇനി ഒരു ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ, ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും 90% യുറേനിയം എൻറിച്ച്മെന്റിലേക്ക് കടക്കും ഇറാൻ എന്നാണ്. 90% എന്ന് പറഞ്ഞാൽ അത് ആണവായുധം നിർമ്മിക്കാനുള്ളതാണ്. അതേ സമയത്ത് ഇതുവരെ 60% എന്ന് പറഞ്ഞതെല്ലാം സമാധാനപരമായ ഊർജ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ ഒരു 90% എന്ന് പറഞ്ഞാൽ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഇബ്രാഹിം റസായി, സ്പോക്ക് പേഴ്സൺ ഫോർ ഇറാൻസ് പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മീഷൻ സ്റ്റേറ്റഡ് ദാറ്റ് 90% uranium enrichment could be one of Iran's responses to any renewed attack. വീണ്ടും ഉണ്ടായേക്കാവുന്ന അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെയോ ആക്രമണത്തിലുള്ള ഇറാന്റെ റെസ്പോൺസ് ഇനി വരാൻ പോകുന്നത് അണവായുധം നിർമ്മിക്കുക എന്നതാണ്. 90% എൻറിച്ച്മെന്റിലേക്ക് ഇറാൻ കടക്കും എന്ന് തന്നെയാണ്. ആൻഡ് ദാറ്റ് പാർലമെന്റ് വുഡ് എക്സാമിൻ ദി പ്രൊപ്പോസൽ. ഈ ഒരു കാര്യം ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്, അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ മഹർ ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അൽ ജസീറ അതുപോലെ പല മീഡിയകളും ഇപ്പോൾ ഈ വാർത്ത പ്രക്ഷോഭണം ചെയ്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ എന്തായിരുന്നോ ഭയന്നിരുന്നത് ആ തലങ്ങളിലേക്ക് ഈ യുദ്ധം ഇറാനെ കൊണ്ടെത്തിച്ചു എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും യുദ്ധം എന്താണ് ഉണ്ടാക്കിയത്, അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ഹോർമുസ് കടലിലേക്ക് അടച്ചു. ഇറാൻ അവിടെ വെച്ച് അവർ ടോൾ പിരിച്ചുകൊണ്ട് വലിയ സംഖ്യ അവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഖത്തറിന്റെ ഗ്യാസ് ടാങ്കർ ഇതിന് കടന്നു പോകാൻ വേണ്ടി അനുമതി ചോദിക്കുകയും ഈ ഒരു ടോൾ അടച്ചുകൊണ്ട് ഒരു ഗ്യാസ് ടാങ്കർ കടന്നു പോവുകയും ചെയ്തു. രണ്ടാമത്തെ ടാങ്കർ കടന്നു പോകാൻ വന്നിരുന്നുവെങ്കിലും ടോൾ അടക്കാത്തത് കൊണ്ട് തിരിച്ചയച്ചു എന്നാണ്. അതായത് ഇത്രയും വലിയ ശക്തമായൊരു നിയന്ത്രണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉണ്ടാക്കിയെടുത്തു. ഇത് ഇറാൻ യുദ്ധത്തിലൂടെ ഉണ്ടായ നേട്ടമാണ്. മാത്രമല്ല ഈ യുറേനിയം 90%ലേക്ക് എത്തിക്കുക എന്നത് ലോകത്ത് ഇറാന് വലിയ ഉപരോധം വരാൻ കാരണമാകുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ ഈ യുദ്ധത്തിലൂടെ ഇറാന് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി എന്ന രീതിയിലെങ്കിലും ആ ഒരു സംരംഭങ്ങളിലേക്ക്, ആ ഒരു തലങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചു എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇനി ഉണ്ടാകുന്ന യുദ്ധത്തിനുള്ള പ്രതികരണം ഇതായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കക്ക് ലോക തലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായി. F-35 എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ പ്രചാരമുള്ള യുദ്ധവിമാനം തകർക്കപ്പെടുന്നു. അതുപോലെ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നു. അമേരിക്കയുടെ ആയുധങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന തലങ്ങളിലേക്ക് ഇറാൻ എത്തിച്ചു. ഇത് അമേരിക്കക്കുണ്ടായ വലിയ നഷ്ടമാണ്. മാത്രമല്ല വലിയ രീതിയിൽ അമേരിക്കയിൽ വിലവർദ്ധനമുണ്ടാകുന്നു. ഇതെല്ലാം അവരുടെ സൈനിക തലങ്ങളിലും അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും വലിയ ഭിന്നതകൾ രൂപപ്പെട്ടു. ട്രംപിന് ലോകത്തുണ്ടായിരുന്ന എല്ലാ നിലവാരവും ഇടിഞ്ഞുപോയി. ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിലൂടെ ഏറ്റുവാങ്ങുമ്പോൾ എല്ലാം നേട്ടങ്ങളാണ് ഇറാൻ കൊയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പുതിയൊരു തലങ്ങളിലേക്ക് ഇറാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധിയാകും. അതോടൊപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രമുണ്ട്. അമേരിക്ക ഇപ്പോൾ ആണവായുധം വെച്ച് ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ശക്തമായ ഒരു സന്ദേശം നൽകുന്നത്, ഞങ്ങൾ ഈ യുദ്ധം രണ്ടാമതും അമേരിക്കയോ ഇസ്രായേലോ ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ യുറേനിയം 90%ലേക്ക് എത്തും. അതായത് ഞങ്ങളുടെ കയ്യിലും നിങ്ങൾ ആക്രമണം തുടങ്ങിയാൽ ആ ഘട്ടത്തിൽ ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് വ്യംഗ്യമായ രീതിയിലെങ്കിലും ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇത് ഒരു വ്യക്തമായൊരു മുന്നറിയിപ്പാണ് അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1-1 എന്ന രൂപത്തിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇറാൻ അവരുടെ ഈ സ്ട്രാറ്റജി എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.